ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രമാണല്ലോ ഭ്രമയുഗം. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ നേടിയെടുത്തത്. വെറും 2 ദിവസങ്ങൾ കൊണ്ട് 15 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തപ്പെട്ട സിനിമ അടുത്ത 2 ദിവസങ്ങൾ, അതായത് ഇന്നും നാളത്തെയും കളക്ഷൻ ഉൾപ്പെടെ 30 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്കാണ്. ഇതിനോടകം തന്നെ സിനിമ 100 കോടി നേടിയെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു വിലയിരുത്തലും അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഇനി മറികടക്കേണ്ട പ്രധാനപ്പെട്ട കളക്ഷനെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് കളക്ഷന്റെ കാര്യത്തിൽ ആദ്യം മറികടക്കേണ്ട കുറച്ച് സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളാണ്. അബ്രഹാം ഓസലർ എന്ന സിനിമ 40 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ വർഷം നേടിയെടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിന്റെ കളക്ഷനും ഇപ്പോഴത്തെ പ്രേമലു എന്ന സിനിമ എത്ര കോടി നേടിയെടുത്താലും അതിന്റെ കളക്ഷനും കൂടാതെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ 30 കോടിയോളം രൂപയും ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് പ്രൈമറി സ്റ്റേജിൽ മറികടക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഇതിനുശേഷം തന്റെ കരിയറിലെ അടുത്തൊരു 50 കോടി സിനിമയായിട്ട് ഭ്രമയുഗം എന്ന സിനിമയെ മാറ്റുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം. തുടർന്ന് തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തതിന് ശേഷം ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസ് നേടിയെടുത്തതിന് ശേഷം മറികടക്കേണ്ടതാണ് തന്റെ കരിയറിലെ കരിയർ ബെസ്റ്റ് സിനിമകൾ. അതായത് കണ്ണൂർ സ്കോഡും ഭീഷ്മപർവവുമാണല്ലോ 80 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത 2 മമ്മൂട്ടി സിനിമകൾ. ഇതിൽ ഭീഷ്മപർവമാണല്ലോ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. അപ്പോൾ ഭീഷ്മപർവത്തെ മറികടക്കുക, അതിനുശേഷം തന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഭ്രമയുഗം എന്ന സിനിമയെ മാറ്റുക എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 100 കോടിയില്ല എന്ന് പറയുന്ന തന്റെ വിമർശകർക്ക് 100 കോടി നേടി കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നിലവിൽ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് മുന്നിലുള്ളത്. അതിനുശേഷമാണ് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മറ്റ് മലയാളം സിനിമകളെ തകർക്കുക എന്ന അവസാന ലക്ഷ്യമുള്ളത്. എന്തായാലും നമ്മുടെ ഒരു നിഗമനത്തിൽ സിനിമയ്ക്ക് 100 കോടി എത്തണമെങ്കിൽ സിനിമയ്ക്ക് ഒരു പാനന്തൻ റീച്ച് അനിവാര്യമാണ്. നിലവിൽ കേരളത്തിന് പുറത്ത് അന്യഭാഷയിൽ നിന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒട്ടനേകം നിരൂപകരിൽ നിന്ന് സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തയാഴ്ച തന്നെ എത്രയും വേഗം സിനിമയുടെ മറ്റു ഭാഷാ പതിപ്പുകൾ തിയേറ്ററുകളിലേക്ക് എത്തുക എന്നതാണ് സിനിമയുടെ നിർമ്മാതാക്കൾ ചെയ്യേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു പാനന്തൻ റീച്ച് സിനിമ നേടിയെടുത്താൽ കാന്താരയെല്ലാം തന്നെ പോലെ ഒരു വൻ തരംഗം നാം നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലാം തന്നെ പ്രതീക്ഷയും ലക്ഷ്യങ്ങളും മാത്രമാണ്. നമുക്ക് കാത്തിരിക്കാം ഈ ലക്ഷ്യങ്ങളിൽ സിനിമ എവിടം വരെ എത്തുമെന്നറിയാനായിട്ട്. നിങ്ങൾ പ്രേക്ഷകരുടെ ഭ്രമയുഗം കളക്ഷൻ പ്രതീക്ഷകൾ എന്താണ്? പ്രഡിക്ഷൻസ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കൂ.